ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. വലിയ നോയമ്പിൻ്റെ 22-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഈ ഞായറാഴ്ച അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗത്തിൽ സൗഖ്യദായകനായ ക്രിസ്തുവിനെയും സൗഖ്യത്തിനായി എത്തുന്ന ഒരു കനാനി സ്ത്രീയെ നമുക്ക് കാണുവാൻ സാധിക്കും. മകളുടെ ജീവൻ രക്ഷിക്കുവാൻ അത്രമേൽ തുനിഞ്ഞിറങ്ങുന്ന ഒരമ്മയാണ് ഈ വേദഭാഗത്തിലെ പ്രതിപാദ വിഷയം. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത ഈ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിനെ മാത്രമേ തൻ്റെ മകൾ കടന്നു വന്ന പിശാചിനെ മാറ്റുവാൻ കഴിയുള്ളെന്ന ഒരു ഉത്തമ ബോധ്യമാണ് ഈ അമ്മയെ മുന്നോട്ട് നയിക്കുന്നത്. ഈ സുവിശേഷം നാം പരിശോധിക്കുമ്പോൾ ആ കനാനി സ്ത്രീ തനിക്ക് ആവശ്യമുള്ളതൊക്കെയും കർത്താവിനോട് നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ കർത്താവ് മുന്നോട്ട് നീങ്ങുമ്പോൾ അവൾ ഓടി വന്ന് അവനെ നമസ്കരിച്ച് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറയുന്നു. അപ്പോൾ അവനൊരു ചോദ്യം മുന്നോട്ട് വെക്കുകയും അതിനവളൊരു മറുപടി നൽകുകയും ചെയ്തു. ആ മറുപടിയിൽ അതിശയം തോന്നിയ കർത്താവ് ഇപ്രകാരം പറയുന്നു: സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. വീണ്ടും നാം സുവിശേഷഭാവം പരിശോധിക്കുമ്പോൾ ഇപ്രകാരമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്: ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നുവെന്ന്. ഈ സുവിശേഷ ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നത്. നാം തമ്പുരാൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ നമ്മുടെ ഏത് പാപങ്ങൾക്കും കുറവുകൾക്കും പരിഹാരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കും. കാരണം നമ്മുടെ ദൈവം കരുണാർദ്ദനും എല്ലാ നന്മകളുടെയും ഉറവിടവുമാണ്. ആരും കാണാത്തവനെ കാണുന്നവനും ആരും അറിയാത്തവനെ അറിയുന്നവനുമാണ് നമ്മുടെ കർത്താവ്. നാം പലപ്പോഴൊക്കെ ചിന്തിക്കും, നാം പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടും എന്താണ് അതൊക്കെ ദൈവം കേൾക്കാത്തത്, എന്താണ് ഇത്ര കാലതാമസം വരുന്നത് എന്ന്. എന്നാൽ നാം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ഒരു കാര്യം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്താതിരിക്കുകയില്ല. നമ്മുടെ ഒരിക്കലും നാശത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടേത്. പകരം നമുക്ക് വേണ്ടി, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നിനക്കെന്തിനേലും ഇപ്പോൾ ഒരു കാലതാമസം ഉണ്ടെങ്കിൽ അത് നിനക്ക് പിന്നീടുള്ള വലിയൊരു ആഘോഷം, ഒരു വലിയ വിരുന്നിൻ്റെ അനുഭവത്തിനുള്ളതാണ്. അത് നിൻ്റെ നന്മയ്ക്കായിട്ടുള്ളതാണ്. കഴിഞ്ഞ നാളുകളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരും കാണാതെ പോയ നമ്മുടെ കണ്ണുനീർ കണ്ടവനാണ് നമ്മുടെ ദൈവം. ആരും കേൾക്കാതെ പോയ നമ്മുടെ കരച്ചിൽ കേട്ടവനാണ് നമ്മുടെ ദൈവം. സാരമില്ലാതെ പറയാൻ ഒരു സഖിയില്ലാത്തപ്പോൾ നമ്മുടെ ദൈവം നമ്മെ ചേർത്ത് പിടിച്ചതാണ്. അല്പം വൈകിയാണെങ്കിലും ആ സ്ത്രീയുടെ ആവശ്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിയ ദൈവം നമ്മയും നമ്മുടെ ആവശ്യത്തിലേക്കും തിരിഞ്ഞു നോക്കുന്ന ഒരു സമയം നമുക്കുമുണ്ട്. അല്പം കാലതാമസം വന്നിട്ടായാലും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി നമുക്കൊരു നന്മയുടെ പെരുന്നാൾ ഒരുക്കുന്ന നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. മനുഷ്യൻ കാലതാമസം വന്നത് നടക്കില്ല എന്ന് വിധി എഴുതുമ്പോൾ നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറയുന്ന ഒരു ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.